നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 4-ാം തീയതി ഏതാണ്ട് ഉച്ചയോടുകൂടി കേരളം ഇനി ആര് ഭരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രം ലഭിക്കും. അതായത് ഇടതു ഭരണം തുടരുമോ അതോ 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുമോ? ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ നടന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പ് 29-ന് അവസാനിച്ചതോടുകൂടി അന്ന് വൈകുന്നേരം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗം എക്സിറ്റ് പോൾ സർവേ റിപ്പോർട്ടുകളും പറയുന്നത് UDF അധികാരത്തിൽ വരും എന്നതാണ്. അതായത് കേരളത്തിൽ ഭരണമാറ്റം എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ബംഗാളിലും കേരളത്തിലുമാണ് ഭരണമാറ്റം ഉണ്ടാവുക, അസമിലും തമിഴ്നാടിലും ഭരണ തുടർച്ചയുണ്ടാകും എന്ന് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചു. എക്സിറ്റ് പോൾ പുറത്തു വന്നതോടുകൂടി അധികാരത്തിലേറാനുള്ള തയ്യാറെടുപ്പുകൾ UDF തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അധികാരത്തിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷവും കേരളത്തിൽ UDFനെ നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കുമോ ഇനി മുഖ്യമന്ത്രി പദത്തിലെത്താൻ പോവുക? അതോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെയായ രമേശ് ചെന്നിത്തല സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമോ? അതോ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമോ? K സുധാകരനും K മുരളീധരനും അടക്കമുള്ളവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നു എന്ന് ചില സൂചനകളുണ്ട്. ഇത്തരത്തിൽ ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇന്ന് ഹൈക്കമാൻഡ് പ്രതിനിധിയായിട്ടുള്ള, അതായത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള താരിഖ് അൻവറിന്റെ പ്രതികരണം കേരളത്തിലെ ഒരു മാധ്യമത്തിൽ വരുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനലിന് നൽകിയ ഒരു ബൈറ്റിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെ ചൊല്ലിയുള്ള വ്യക്തമായ സൂചനയാവുകയാണ്. അതായത് VD സതീശൻ കഴിഞ്ഞ 5 വർഷവും കേരളത്തിലെ UDFനെ നയിച്ചു. നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെ അദ്ദേഹം വലിയ രീതിയിൽ നേരിട്ടു, സർക്കാരിനെ തുറന്നു കാട്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി VD സതീശൻ മാറുകയാണ്. രമേശ് ചെന്നിത്തലയായിരുന്നു അതിനു മുന്നിലത്തെ 2016 മുതലുള്ള 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് സർക്കാരിനെ തുറന്നു കാട്ടാൻ കഴിഞ്ഞില്ല എന്നൊരാരോപണം ഉയർന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിന് തുടർഭരണം ലഭിച്ചത്. എന്നാൽ ഇത്തവണ തുടർഭരണം നൽകാതെ സർക്കാരിനെതിരായിട്ടുള്ള ആയുധങ്ങളെല്ലാം ജനസമക്ഷത്തിൽ എത്തിക്കാൻ ഈ VD സതീശന് സാധിച്ചു എന്ന വിലയിരുത്തലുകളുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും ഇപ്പോൾ VD സതീശൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട VD സതീശനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ശക്തി. പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണയുണ്ട് എന്ന് RC ക്യാമ്പ് അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന പ്രതിച്ഛായയുണ്ട്. VD സതീശനേക്കാൾ സീനിയോറിറ്റിയുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സമുദായ സംഘടനകളുടെ പിന്തുണയുണ്ട്. VD സതീശനെ SNDP-യും അതുപോലെ തന്നെ NSS-ഉം എല്ലാം ശക്തിയുക്തം എതിർക്കുമ്പോൾ NSS-നും അതുപോലെ തന്നെ SNDP-ക്കും എല്ലാം വളരെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയായി ഈ RC അഥവാ രമേശ് ചെന്നിത്തല മാറുകയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം കടുക്കുമ്പോൾ K സുധാകരൻ അടക്കമുള്ള മറ്റ് മുഖ്യമന്ത്രി മോഹികൾ കൂടി ഈ മത്സരത്തിനായി ഗോതയിലിറങ്ങുമ്പോൾ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ KC വേണുഗോപാൽ എത്തുമോ എന്നുള്ളതാണ് ഇത്തരം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എല്ലാം ഒരു ഭയം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. UDF-ൽ തമ്മിലടി ഉണ്ടായാൽ അങ്ങനെ ഒരു ഹൈക്കമാൻഡ് പ്രതിനിധിയെ ഹൈക്കമാൻഡ് നിശ്ചയിക്കാനുള്ള സാധ്യതയുണ്ട്. KC വേണുഗോപാലിന് ഹൈക്കമാൻഡിൽ വലിയ പിടിപാടുണ്ട്. KC വേണുഗോപാലിന് ഒരുവിധം MLA-മാരുടെ പിന്തുണയുണ്ട്. പക്ഷെ അദ്ദേഹം മത്സര രംഗത്തുണ്ടായിരുന്നില്ല, അദ്ദേഹം MLA ആയിരിക്കില്ല എന്നുള്ള ഒരു കുറവ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ KC വേണുഗോപാലിന് ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ട് എങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനും പിന്നീട് മത്സരിച്ച് അദ്ദേഹത്തിന് MLA
മുഖ്യമന്ത്രിയാകാനും സാധിക്കും എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്ന് കണക്ക് കൂട്ടുന്നവർ ധാരാളമുണ്ട് കോൺഗ്രസിനകത്തും പുറത്തും. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭസൂചനയാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ താരിഖ് അൻവർ നൽകിയത്. അതായത് അദ്ദേഹം ഈ പറയുന്ന വാർത്താ ചാനലിന് നൽകിയ ഒരു ബൈറ്റിലാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കോൺഗ്രസിൽ ഒരു പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്, കോൺഗ്രസിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായി. കോൺഗ്രസ് ആദ്യം തിരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം ലഭിച്ചാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു പ്രതിനിധിയെ അല്ലെങ്കിൽ ഒരു ഒബ്സർവറെ, ഒരു നിരീക്ഷകനെ കേരളത്തിലേക്ക് അയക്കും. ആ നിരീക്ഷകൻ കോൺഗ്രസിലെ MLA-മാരുമായിട്ടൊക്കെ UDF MLA-മാരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തും. അതിനുശേഷം ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. അത് ഹൈക്കമാൻഡിന് കൂടി ബോധ്യപ്പെട്ടാൽ തീർച്ചയായും കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ഇങ്ങനെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും. ആ നേതാവിനെ ആയിരിക്കും ഗവർണർ സർക്കാർ രൂപീകരിക്കാനായി വിളിക്കുക. ഇതാണ് കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഇത്തവണയും ഉണ്ടാകും. കെ.സി. വേണുഗോപാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മത്സരിക്കാനില്ലാതിരുന്ന ഒരാൾ ഇങ്ങനെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ താല്പര്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ഈ രംഗത്തേക്ക് വരാം. അദ്ദേഹവും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകും. കേരളത്തിലെ എന്തായാലും ഒരു പാർലമെന്ററി പാർട്ടി, കേരളത്തിലെ MLA-മാർ ആ ഒരു കെ.സി. വേണുഗോപാൽ എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ പിന്താങ്ങിയാൽ തീർച്ചയായും അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നാണ് ഇപ്പോൾ ഈ ഹൈക്കമാൻഡ് പ്രതിനിധി എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് താരിഖ് അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താരിഖ് അൻവർ ഒരു മുതിർന്ന നേതാവാണ്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളുടെ ഫലം വന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന കേരളത്തിൽ വാർത്താ മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും കെ.സി. വേണുഗോപാൽ തന്നെയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ്. അതേസമയം തന്നെ മറ്റു ചില പേരുകളും ഹൈക്കമാൻഡ് പരിഗണിക്കുന്നു എന്ന സൂചന കൂടിയുണ്ട്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലിനും ഇപ്പോൾ ഒരേപോലത്തെ ഒരു ചാൻസ് തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ ഉള്ളത് എന്ന് ധരിക്കുന്നവരുണ്ട്. മാത്രമല്ല ഈ മൂവരുടെ ഇടയിൽ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന് 1-ാം സ്ഥാനം ലഭിക്കുന്നു താരിഖ് അൻവറിന്റെ പ്രസ്താവന പുറത്തു വരുന്നതോടെ. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായാൽ കേരളത്തിൽ വീണ്ടും അങ്ങനെയാണ് എങ്കിൽ വി.ഡി. സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും എന്ത് റോളായിരിക്കും, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായിരിക്കുമോ ലഭിക്കുക? ആഭ്യന്തര മന്ത്രിസ്ഥാനം, ധനകാര്യ മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ആരിലേക്ക് പോകും? ഇതെല്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉയർന്നു വന്നേക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ താരിഖ് അൻവറിന്റെ ഈ ഒരു പ്രസ്താവന കേട്ടാൽ നമുക്ക് ഓർമ്മ വരുന്നത് ഏതാണ്ട് 10 വർഷം മുമ്പ് കേരളത്തിൽ നടന്ന സമാനമായ ഒരു കാര്യമാണ്. വി.എസ്. അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് 2016-ൽ CPM തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മത്സരിച്ച് വിജയിച്ചാൽ വി.എസ്. അച്യുതാനന്ദൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ പിന്നീട് പിണറായി വിജയൻ എന്ന് തീരുമാനിക്കുകയായിരുന്നു പാർട്ടിയുടെ ദേശീയ നേതൃത്വം. അപ്പോൾ വി.എസ്. അച്യുതാനന്ദനെ ഒതുക്കാനായി പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഫിഡൽ കാസ്ട്രോയാണ്, കേരളത്തിലെ ഫിഡൽ കാസ്ട്രോയാണ് ഈ വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം വളരെ ഉന്നതനായ നേതാവാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നാണ് ദേശീയ നേതൃത്വം, അന്നത്തെ CPM-ന്റെ ദേശീയ നേതൃത്വം പറഞ്ഞത്. സമാനമായ ഒരു രീതിയിലേക്ക് കോൺഗ്രസും പോവുകയാണ്. 5 വർഷം വെള്ളം കോരിയ സതീശനും സീനിയോറിറ്റി കൈമുതലാക്കിയ രമേശ് ചെന്നിത്തലയുമെല്ലാം ഇനി നാളെ ഫിഡൽ കാസ്ട്രോമാരായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ എത്താനുമുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ പ്രസ്താവനയിലൂടെ തെളിഞ്ഞു കാണുന്നത്.